ആ വീട് ചെറുതായിട്ടൊന്ന് വിറ്റു. അത് വേറൊന്നുമില്ല, ആ വീട് ഇപ്പൊ അതങ്ങട്ടെ മറ്റേ കറക്റ്റായിട്ട് മുന്നിൽ കുറെ കാര്യങ്ങൾ പോകണമെന്നില്ല. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു ആ വീട് വിൽക്കേണ്ട ആളെ വിറ്റിട്ട് പിന്നെ വേറെ വീട് വാങ്ങി. വേറെ കുഴപ്പമൊന്നുമില്ല. ഈ രാശി അതിനകത്തൊക്കെ വിശ്വസിക്കുന്ന കൂട്ടത്തിലാണോ? അത് അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇതാണ്. എനിക്ക് ഇങ്ങനെ ആദ്യം ഈ ഒരു ദൈവത്തില് അല്ലെങ്കിൽ ഇങ്ങനത്തെ സംഗതിയിലൊന്നും വലിയ വിശ്വാസം കാര്യങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. കാരണം നമ്മൾ പരക്കുണ്ടായിട്ട് കിടക്കാണ്. കാരണം ഒരിക്കലും അത് ഒരു നല്ല സമയം ഇല്ല എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു എനിക്ക്. എന്ത് ചെയ്തിട്ട് ലൈഫിൽ ഒരു ഇതില്ല എന്നുള്ള. അല്ല, ഞാൻ ആ സമയത്ത് ഗൾഫിക്ക് പോകാനൊക്കെ വിസ നോക്കുക, പക്ഷെ വിസ കിട്ടണമെന്നില്ല, എങ്ങനെ ഒരു കാര്യം നടക്കണമെന്നില്ല. പിന്നെ വരില്ല. പിന്നെ നമ്മളെ എന്റെ കൈക്ക് പൈസ വരുമ്പോ തുടങ്ങിയപ്പോഴാണ് എനിക്ക് അതിലൊരു വിശ്വാസം ആവാൻ തുടങ്ങിയത്. ഇപ്പൊ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോകും. പിന്നെ അമ്മയൊക്കെ ഭയങ്കര ഇതായി. പിന്നെ എനിക്ക് ആ വീടും ചെറിയൊരു ഇതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു, ഒരു ഐശ്വര്യം, ഒരു കമ്മി പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അമ്മ അങ്ങനെ പറഞ്ഞു നമുക്ക് വീട് പറഞ്ഞ ഞാൻ എടുത്ത് ചാടി വാങ്ങിയതാ, ഒന്നും നോക്കാണ്ട് കാണാതെ. അല്ല, ഞാൻ ഇപ്പൊ എന്താ ചെയ്യുമ്പോ അമ്മയുടെ അടുത്ത് ആദ്യം ചോദിച്ചിട്ടേ എന്തെങ്കിലും ചെയ്യുള്ളൂ. അപ്പൊ ആ സമയത്തിന് പെട്ടെന്ന് അന്ന് അമ്മ അടുത്ത് ഞാൻ അമ്മ ആ വീടിനെ പെട്ടെന്ന് കാണാം. അത് അന്ന് ഞാൻ പറയും യൂട്യൂബിൽ പ്രശ്നം ഉണ്ടായിരുന്നു. അന്ന് ആ യൂട്യൂബില് ബൈക്കിന്റെ പ്രശ്നം, വീടിന്റെ പ്രശ്നം. അപ്പൊ ഞാൻ പെട്ടെന്ന് വാങ്ങിയ വീടാണത്. വീട് പോയി കണ്ടു, ഇഷ്ടപ്പെട്ടു. അമ്മടുത്ത് ചോദിച്ചപ്പോ അന്ന് തന്നെ അമ്മ പറഞ്ഞു ആ വീട് വാങ്ങണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞാനത് എടുത്ത് ചാടിയിട്ട് വീട് വാങ്ങിയതാണ്. പിന്നെ അതങ്ങോട്ട് എനിക്കൊരു മൊത്തത്തിൽ എനിക്കൊരു നഗടിച്ചു. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ആ വീട് വിൽക്കാന്ന് വിചാരിച്ചിട്ട് അതവിടെ വീട് വിറ്റു. പിന്നെ ഞങ്ങൾ ഇവിടെ ഈ വീട് വാങ്ങി. പിന്നെ കുഴപ്പമൊന്നുമില്ല, പിന്നെ ഹാപ്പിയാണ്. പിന്നെ അവിടെ നിന്ന് പോകുന്നതിന് ശേഷം പിന്നെ ഞാൻ വീഡിയോസുകളും കാര്യങ്ങളൊക്കെ കുറച്ചാണ് നിർത്തി. ഇതൊരു സ്വപ്നമായിരുന്നു, ഇങ്ങനെ കുറെ കാസ് ഇങ്ങനെ നിർത്തിയിടണം, ഒരു ഗ്യാരേജ് സെറ്റപ്പ് പോലെ ചെയ്യണം. ഇത് വേറെ ആളെ സ്ഥലമായിരുന്നു. അപ്പൊ എനിക്ക് വീടിന്റെ ഫ്രണ്ടിൽ തന്നെ ഇതാവണം എന്നുള്ളതുകൊണ്ട് ആ വണ്ടി വാങ്ങി. ആദ്യം സ്വിഫ്റ്റ് മാത്രമാണ്, അപ്പൊ അത് ഞാൻ അവിടെ ഇട്ടായിരുന്നേ. പിന്നെ എല്ലാരും എല്ലാ വണ്ടി വാങ്ങണ ആളെ അല്ല, എല്ലാരും വണ്ടി പ്രാന്തന്റെ ആഗ്രഹമായിരിക്കും. വീടിന്റെ സിറ്റ് ഔട്ട് തന്നെ നോക്കുമ്പോ മുറ്റത്ത് വണ്ടി നിരന്ന് കിടക്കുന്നത് കാണാൻ എല്ലാരും ആഗ്രഹമായിരിക്കും. എനിക്കും ഒരാഗ്രഹം. അപ്പൊ ഈ ഒരു സ്ഥലം അങ്ങനെ വാങ്ങിയിട്ട് പിന്നെ ഞാൻ വണ്ടി നിർത്തേണ്ട രീതിക്ക് തന്നെ ഇവിടെ ഇങ്ങനെ വെരിവരിക്കാക്കി നേരെ കറക്റ്റ് ആയിട്ട് ഇട്ടു. എനിക്ക് അവിടെ നിന്ന് നോക്കുമ്പോ തന്നെ രാവിലെ എണീറ്റ നേരെ തന്നെ നോക്കുമ്പോ വണ്ടി കിടക്കണം അങ്ങനെ കാണാം. ഒരു സന്തോഷം മനസ്സിന്, അത്രല്ല. എന്തെങ്കിലും ഒരു പ്രൈസ് കൊണ്ടേ കുറെ കൂടെ വണ്ടിയൊക്കെ വന്ന് കൂടട്ടെ ഇങ്ങോട്ട്. അതെ, ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അടുത്ത വർഷം ആവട്ടെ, എടുക്കണം, ഓരോന്നോരോന്ന് എടുക്കാന്ന് വിചാരിച്ചിട്ടാണ്. അതെ, ഒരു വലിയൊരു കളക്ഷൻ തന്നെ ആവട്ടെ. അത്രേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ യൂട്യൂബിൽ നിന്നൊക്കെ അധികം വീഡിയോസ് ഇടാതിരുന്നിട്ട് പോലും പലരും നിങ്ങൾക്ക് എതിരായിട്ടൊക്കെ ഓരോ വീഡിയോസ് ഒക്കെ ഞാൻ നിങ്ങളുടെ പ്രൊഫൈൽ നോക്കുമ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ അത് റിലേറ്റഡ് ഒന്നുമില്ല. പക്ഷെ വേറെ ആളുകളൊക്കെ വീണ്ടും അപ്പൊ നിങ്ങൾ അതിന് റിപ്ലൈ ആയിട്ടൊക്കെ വീഡിയോസ് കൊടുക്കുന്നുണ്ട്, ചില വീഡിയോ ഒക്കെ ഇടുന്നത്. ഇപ്പൊ ലാസ്റ്റ് ഉണ്ടായ ഒരു പൊന്നൂസിനെ പറ്റി പറഞ്ഞ ഒരു പ്രശ്നത്തിനെ പറ്റിയിട്ട് അതും ഇതേപോലെ എന്റെ ഒരു ഫ്രണ്ടാണ്, എനിക്കതിനെ പറ്റി അറിയില്ല, പറഞ്ഞോന്ന് അറിയില്ല. ഒരു പെൺകുട്ടി ഉണ്ട്, ആ പെൺകുട്ടിയുടെ അടുത്ത് അവൻ എന്തോ ഇവളെ പറ്റിയിട്ടും വേറെ കുറച്ച് യൂട്യൂബേഴ്സിനെ പറ്റിയിട്ടും മോശമായിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വേറെ ഈ യൂട്യൂബേഴ്സ് ഒക്കെ ആയിട്ട് ബന്ധമുണ്ടെന്നുള്ള രീതിയിൽ ഒരാള് വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു രീതിയിൽ ഞാൻ അങ്ങനെ മെസ്സേജ് സ്ക്രീൻഷോട്ട് കിട്ടിയിട്ടാണ് മെസ്സേജ് അയച്ചതിനെ പറ്റിയിട്ട്. അപ്പൊ ആ കുട്ടിക്ക് ഞാൻ ഡയറക്റ്റ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് കറക്റ്റ് ആ കുട്ടിക്ക് മെസ്സേജ് അയക്കണതും ആ കുട്ടിക്ക് വിളിക്കണമൊക്കെ കറക്റ്റ് ആയിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ട് തന്നെ ഞാൻ എന്റെ ചാനലിൽ പോസ്റ്റ് ആക്കിയിട്ടാണ് വന്ന്. ആ കുട്ടി പറയണത് മറ്റേ 3 വർഷം മുന്നേ മെസ്സേജ് അയച്ച കാര്യമാണെന്നൊക്കെയാണ് പറഞ്ഞ കാര്യം. പിന്നെ ഇപ്പൊ അവര് തമ്മിൽ എന്തോ ഇഷ്യൂ ആയി പിരിഞ്ഞപ്പോ മറ്റേ ആ കുട്ടി പോയിട്ട് ഇപ്പോ അവന്റെ വൈഫിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇവ എങ്ങനെയായിരുന്നു എന്ന്. അപ്പൊ അത് 3 വർഷം മുന്നേ 2 വർഷം മുന്നുള്ള കാര്യം ഇപ്പൊ പോയി പറയേണ്ട ആവശ്യം അവർക്കില്ല. പിന്നെ അതിന്റെ ബേസിൽ ഞാൻ വീഡിയോ ഇട്ടപ്പോ വേറൊരു യൂട്യൂബിലത്തെ ഒരു സ്ത്രീനെ വിളിച്ചിട്ട് എന്നോട് പറയുന്നൊക്കെ പറയുകയോ ചെയ്തു, ഞാനും സംസാരിക്കുകയോ ചെയ്തു. പിന്നെ അവർ അതിന്റെ പേരിൽ അങ്ങനെ കേസ് കൊടുത്തു. പിന്നെ അതങ്ങനെ സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ടോ ഞാൻ. ലേഡി നിങ്ങളുടെ എതിരായിട്ട് ഫസ്റ്റ് ടൈം ആണോ വീഡിയോ ഇടുന്നത്? എനിക്കവരറിയില്ല, എനിക്ക് അറിയുന്നില്ല. എനിക്ക് അന്ന് പൊന്നൂസാണ് മറ്റേ അവരുടെ വീഡിയോയുടെ ലിങ്ക് എനിക്ക് അയച്ചിരുന്നത്. നമ്മളെ പറ്റി ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് പറഞ്ഞിട്ട് അവരെനിക്ക് അയച്ചിരുന്നത്. അന്നാണ് അവരെനിക്ക് അറിയണത്. എന്നിട്ട് അന്ന് രാത്രി തന്നെ ഞാൻ വീഡിയോ ഇട്ടപ്പോൾ പിറ്റത്തെ ദിവസം അന്ന് രാത്രി തന്നെ തോന്നുന്നു അവരെനിക്ക് വിളിച്ചു. മറ്റേ ഇങ്ങനെ സംസാരിച്ചു, ഇങ്ങനെ കേസ് കൊടുക്കും അതാണ് ഇതെന്നൊക്കെ പറഞ്ഞ് അവർക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ കേസ് കൊടുക്കുമ്പോൾ അവർ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കേസ് കൊടുത്ത് ഞാൻ സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോ ആ കുട്ടിക്ക് തന്നെയായിരുന്നു അവിടെ പ്രശ്നം ഉണ്ടായത്. അവന്റെ 2 വർഷം 3 വർഷം മുന്നുള്ള കാര്യം നിങ്ങൾ എന്തിനു പറഞ്ഞു എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ആ പോലീസുകാർ ആ കുട്ടിയുടെ അടുത്ത് തന്നെ പറഞ്ഞു. എന്റെ ഭാഗത്തുനിന്ന് തെറ്റൊന്നും ഉണ്ടാകുന്നില്ല, അവര് എന്റെ ഭാര്യയെ പറ്റി പറഞ്ഞ പ്രശ്നമാണെന്ന് ഞാൻ അവിടെ സംസാരിച്ചിട്ടുണ്ടാവുന്നത്. പിന്നെ അത് റെഡി ആയി. പിന്നെ അവരപ്പോ പറഞ്ഞു മറ്റേ വീഡിയോ ഒന്ന് പ്രൈവറ്റ് ആക്കിക്കളാം, ഡിലേ വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട, അപ്പൊ ക്ലിയർ ആയില്ലോ എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ ഞാൻ അവിടെ ആ വീഡിയോ അങ്ങനെ പ്രൈവറ്റ് ആക്കി അത് അവിടെ വിട്ടു. പക്ഷെ പിന്നെ ആ ഒരു സ്ത്രീ വീണ്ടും വീടിട്ട് തോന്നുന്നു. ഞാൻ പിന്നെ വരില്ല യൂട്യൂബിൽ അങ്ങനെ. എനിക്ക് പിന്നെ ഒന്നാമത് ഈ ഒരു നെഗറ്റീവ് കമന്റ് എന്നുള്ള സംഗതിയിലൂടെ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമല്ല. ഇപ്പോ ട്രോള് വന്നാലും നെഗറ്റീവ് കമന്റ്
ഫേസ്ബുക്കിലെ കമന്റ് ഒക്കെ എടുത്ത് നോക്കിയാണല്ലോ, അയ്യോ പെറ്റത്തള്ള സഹിക്കില്ല അങ്ങനത്തെ കമന്റ്. പക്ഷെ അതൊന്നും നമുക്ക് അങ്ങനെ ഏക്കണില്ല, ഒരു പ്രശ്നമല്ല. ചില ആൾക്കാർ എനിക്ക് ഇപ്പോഴും ഓരോരുത്തർ മെസ്സേജ് അയക്കാറുണ്ട്, സുജന എങ്ങനെയാണ് ഒരു നെഗറ്റീവ് കമന്റ് വന്നിട്ട് തരണം ചെയ്ത് പിടിച്ച് നിൽക്കുന്നത്. പലരും തളർന്നു പോകുന്ന ഒരു അയ്യോ സത്യം, ഞാൻ ആ സമയത്ത് ബൈക്കിന്റെ പ്രശ്നം ഉണ്ടായ സമയത്തൊക്കെ എനിക്ക് കുറെ നെഗറ്റീവ് വന്ന സമയത്തൊക്കെ മറ്റേ ഇന്നന്ന് കുറെ ആൾക്കാർ സമാധാനിപ്പിക്കാനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഉദാഹരണത്തിന് പറയാ അരുൺ സ്മോക്കിയൊക്കെ അന്ന് എന്നെ വിളിച്ചിട്ട് ഞങ്ങൾ സംസാരിച്ച സമയത്ത് എന്നോട് പറഞ്ഞു, സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്, നെഗറ്റീവ് കമന്റ് ഒക്കെ അങ്ങനെ ഉണ്ടായിരിക്കും. പക്ഷെ പിന്നെ അതിപ്പോൾ ഞാൻ അങ്ങനെ ആയി മാറി. ഞാനിപ്പോൾ അത് അങ്ങനെ തിരിച്ച് മറ്റൊരിടത്ത് പറയും. സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്, നെഗറ്റീവും പോസിറ്റീവും ഒക്കെ വരും. നമ്മൾ ഫുള്ള് പോസിറ്റീവായിട്ട് തന്നെ ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ നടക്കും. ഞാൻ വിചാരിക്കണ പോലെ തന്നെ ആൾക്കാർ കമന്റ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. പിന്നെ ഞാൻ ആ രീതിക്കാണ്, ഞാൻ എൻ്റെ രീതി എന്താണോ അതങ്ങനെ ചെയ്തു പോകും. ആൾക്കാരെന്താ പറയണെന്ന് വെച്ചാൽ പറയട്ടെ എന്ന് വിചാരിക്കും. പക്ഷെ കുറെ ആൾക്കാർക്ക് നമ്മൾ ഇഷ്ടമുണ്ട്, അതുപോലെ കുറച്ച് ആൾക്കാർക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് നമ്മളത് മൈൻഡ് കാണിക്കാറില്ല. എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഞാനായിട്ട് ഒരാളെയും മോശം പറയാനോ കുറ്റം പറയാനോ ഞാൻ പോക്കില്ല. ഈ പൊന്നൂസിനെ സുജിനെ നിങ്ങളെ മാത്രം എന്തായിരിക്കും ടാർഗറ്റ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ സ്റ്റോറീസ്? എനിക്കറിയില്ല, ഞാൻ കാർ എടുത്താ പ്രശ്നം, ഫോൺ എടുത്താ പ്രശ്നം, ഫുള്ള് എന്താ ഇരിക്കാൻ അറിയില്ല. മല്ലു ഫാമിലിയിലെ സുജിന് ഒരു വണ്ടി എടുത്തു, വണ്ടി എടുത്തു, 1,00,000 രൂപയുടെ വണ്ടി എടുത്തു. എനിക്കറിയില്ല, എല്ലാവരും വണ്ടി എടുക്കുന്നുണ്ട്, എന്താ അതിന്റെ പ്രശ്നം എനിക്കറിയില്ല. ഞാൻ 2 ലക്ഷത്തിന്റെ ഫോൺ വാങ്ങി, 1.5 ലക്ഷത്തിന്റെ ഫോൺ വാങ്ങി, പ്രശ്നം അങ്ങനെയാണ് എങ്ങനെയാണ്, ഇവൻ ഓട്ടോ ഓടിച്ചേർന്നാണ്, അതാണ് ഇതാണ്, ഫുള്ള് പ്രശ്നവും. പക്ഷെ അത് എന്താ പ്രശ്നം ചോദിച്ചാ ചിലപ്പോ അതേപോലെ നമ്മളെ പുഷ്പയില് മറ്റേ അല്ലു അർജുൻ പറയുന്ന പോലെ താഴെ തട്ട് കടന്നവന് മേലേക്ക് കയറി വരുമ്പോൾ ഉള്ളൊരിതായിരിക്കാം. അത്രേ ഉള്ളൂ. ഞാൻ പിന്നെ അങ്ങനെ മൈൻഡ് കാണിക്കാറൊന്നുമില്ല. അത്രേ ഉള്ളൂ. ഇപ്പോ അതായത് നിങ്ങള് കുറെ വർഷം പ്രേമിച്ച് കല്യാണം കഴിച്ച ആളുകളാണ്. അപ്പൊ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇവര് പിരിഞ്ഞു, ഡിവോഴ്സ് എന്നൊക്കെ ന്യൂസ് വരുമ്പോഴത്തേക്ക് വിഷമം വരൂലേ? ആൾക്കാരും പറയല്ലേ ഇപ്പോഴും ഇതേപോലെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് പേര് മാറ്റി അവള് എന്ന് പറഞ്ഞിട്ട് അതിന്റെ പേരും കുറെ ആൾക്കാര് മെസ്സേജ് അയക്കണോ, കമന്റ് ഇടണോ. ആൾക്കാർ ഞാൻ പറയാം, ഇപ്പൊ ഒരു ഇൻസ്റ്റാഗ്രാമിൽ പേര് മാറ്റി വെച്ചിട്ട് അതിന്റെ അർത്ഥം പിരിഞ്ഞു എന്നാണ്. ആൾക്കാർക്ക് ഇങ്ങനെ എനിക്കറിയില്ല. ഞാൻ പിന്നെ അതിനെ പറ്റിയിട്ടൊന്നും അങ്ങനെ സംസാരിക്കാൻ പോവുക, അതിനെപ്പറ്റി റിപ്ലൈ കൊടുക്കാൻ പോവുകയെ. ആൾക്കാർ ഇഷ്ടത്തിൽ എന്താ വെച്ചാൽ ആയിക്കോട്ടെ എന്ന് വിചാരിക്കും ഞാൻ. അത്രേ ഉള്ളൂ. എനിക്ക് ഈ ഫാമിലി വ്ളോഗേഴ്സ് ആകുമ്പോഴത്തേക്ക് മെയിൻലി നിങ്ങൾ ഈ വീഡിയോ കണ്ടിന്യൂസ് നിങ്ങളുടെ ലൈഫ് മൊത്തം ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്ന കൊടുക്കുകയാണ്. അപ്പൊ ഒരു ബ്രേക്ക് വരുമ്പോ മേ ബി ഇവർ വീട്ടിൽ അടിയായോണ്ട് ആൾക്കാരൊന്നും അത്ര ശ്രദ്ധിക്കാന്നുള്ള എനിക്ക് മനസ്സിലായ ഒരു കാര്യം, എന്റെ പെങ്ങളുടെ കഴുത്തിലുണ്ടാ ഇപ്പഴല്ല പണ്ട് ഒരു ചെറിയൊരു മാല ഉണ്ടായിരുന്നു, ചെറിയ മാല പെങ്ങളെ കഴുത്തിൽ കടന്നിരുന്ന. അപ്പൊ അത് ഒരു വീഡിയോയില് മറ്റേ വീഡിയോയിലല്ല, എന്റെ പെങ്ങളെ കഴുത്തിൽ കിടന്നിരുന്ന മാല ഒരു ദിവസം എന്റെ വൈഫിന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അല്ലെ കഴുത്തിൽ കിട്ടണം മാല. അപ്പൊ അത് ഇതുപോലെ വീടിന്റെ സമയത്ത് ആൾക്കാർ അത് പറ്റി കമന്റ് ചെയ്തു, മറ്റേ ഇത് കുഞ്ചൂസിന്റെ കഴുത്തിൽ കിടന്നിരുന്ന മാലല്ലേ അന്ന്. പക്ഷെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് അമ്മ മറ്റേ പൊന്നൂസിന്റെ തോളിൽ ഇങ്ങനെ കൈ വെച്ചപ്പോ പെങ്ങളെ തോളിൽ കൈ വെച്ചിട്ട് എന്തോ പൊന്നൂസിനെ നീക്കിർത്ത് എന്തോ ചെയ്തൊരു വീഡിയോയില്. അപ്പൊ ആൾക്കാര് പറഞ്ഞു മറ്റേ വത്സലാമ്മ അമ്മായിമ്മ പൂര് കാണിക്കാണ് മകളെ. അവൾക്കൊരു ചെറിയ 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 കാര്യങ്ങളടക്കം ഇതാക്കും. പിന്നെ ഞാൻ പറയാം, ഇപ്പോ എന്ന് പറഞ്ഞാൽ എനിക്ക് യൂട്യൂബ് അല്ലാതെ കുറെ വരുമാന മാർഗങ്ങളുണ്ട്.